പിന്നെ ആ അതൊക്കെ ഒരു വർഷം കഴിഞ്ഞപ്പോ അതിന്റെ ഇതൊക്കെ പോയി. പിന്നെ ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് ചാനൽ തുടങ്ങിയിട്ട്. മൂന്നാമത്തെ വർഷമാണ്. അപ്പം ഓരോ വർഷം ഇങ്ങനെ ഇത് കിട്ടണതിനനുസരിച്ച് ഇതാവും. പക്ഷെ എങ്കിലും സബ് കൂടിയിട്ടേ ഇല്ല. സബ് ഇങ്ങനെ ഇപ്പൊ ഓരോന്ന് രണ്ടെണ്ണൊക്കെ. ഇപ്പൊ ഈ ഇട്ട ഇപ്പൊ വീഡിയോ ആ എത്ര വീഡിയോ കൂടി? ഇട്ടതിന് ശേഷം അന്ന് സബ് ഉണ്ടായിരുന്നത് 700 സംതിങ് എന്തോ. ഇപ്പൊ ആയി കിടക്കുന്നത്. എല്ലാരും പറഞ്ഞു ആ ചാനല് പിന്നെ ഇനി പുതിയൊരു ചാനൽ തുടങ്ങ്, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു 29,000 സംതിങ് സബ്സ്ക്രൈബ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ പറയുന്നത് ചെറിയ ചേഞ്ചസ്, അതായത് ഒരു ചാനലില് ചെറിയൊരു തമ്പനിയിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ട് എത്രത്തോളം ഒരാൾക്ക് മാറ്റം വന്നു എന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് ചാനലിലൊക്കെ പറയുന്നുണ്ടെങ്കിലും നേരിട്ട് അത് അനുഭവിച്ച ഒരാൾ പറയുമ്പോഴാണല്ലോ കുറച്ചുകൂടി അതിനൊരു ക്രെഡിബിലിറ്റി വരിക. അപ്പോൾ ഇന്ന് എന്നോട് സംസാരിക്കുന്നത് കുറെ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ എക്സ്പീരിയൻസ്. പക്ഷെ എല്ലാവർക്കും ഒന്നും ഫേസ് കാണിക്കാൻ റെഡിയല്ലാത്തവരും പിന്നെ സമയമില്ലാത്തവരൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ഒരാളെ നമുക്ക് റീസെന്റ് ആയിട്ട് ഏറ്റവും സക്സസ് ആയ ഒരാൾ ഓക്കെ പറഞ്ഞപ്പോ എന്തായാലും അവരോട് ഒന്ന് ചോദിക്കാന്ന് ചോദിച്ചപ്പോ അതിന്റെ കൂടെ പോയി ഉള്ളത് രജിതയാണ്. രജിത, ആ പിന്നെ എന്തായിരുന്നു ആ ചേഞ്ചസ് വരുത്തിയത്? അതിന്റെ പിന്നിലുള്ള കഥകൾ ഉണ്ടാവില്ല, അതൊന്ന് പറഞ്ഞു. അതിന്റെ പിന്നിലുള്ള കഥകൾ എന്ന് പറഞ്ഞാല് തമ്പനിൻ ചേഞ്ച് ചെയ്തത് കൊണ്ട് മാത്രം എന്റെ ചാനൽ ഇപ്പോ ആദ്യം തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാം ഈ ആരോ മാർക്കെല്ലാം ഗ്രീൻ കളർ വേണ്ട, എന്റെ എല്ലാം താഴേക്കായിരുന്നു. അപ്പൊ അതൊന്ന് മുകളിലേക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ തമ്പനിൻ ക്ലാസ്സിന് ജോയിന്റ് ചെയ്ത് തമ്പനിൻ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോ കിട്ടിയ ഒരു ഇതാണ് എല്ലാ ആരോ മാർക്കും മുകളിലേക്കായി. ഇപ്പൊ റീസെന്റ് വിട്ട ഒരു വീഡിയോ 24K വ്യൂസ് ആയി. അതിന്റെ റിമിക്സ് ചെയ്തതിന് 60K ആയി. ഭയങ്കര സന്തോഷാണ്. 60K ആയി. അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് സ്റ്റോപ്പ് ആയിട്ടില്ല ഇപ്പോഴും. ഇപ്പൊ നോക്കുമ്പോഴും 100, 200 ഇങ്ങനെ ദിവസം ഡെയിലി 1000 വ്യൂസ് വെച്ചിട്ട് കയറുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ഒരു 300ഓളം ഈ ഒരൊറ്റ വീഡിയോ തന്നെ കയറി. നേരത്തെ ഉണ്ടായിരുന്നു സബ്. അപ്പൊ ഇപ്പൊ താനെ അതെല്ലാം ഓടുന്ന കാണുമ്പോ ഭയങ്കര സന്തോഷം. കാരണം എന്റെ മോണിറ്റൈസേഷൻ ആയിട്ട് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ ചാനൽ കട്ടായിപ്പോയി, എന്റെ മോണി കട്ടായിപ്പോയി. അപ്പൊ അതിനുശേഷം ഞാൻ പലരോടും ചോദിച്ചു എന്റെ വീഡിയോ എന്താ ഒന്നും റീച്ച് ആവുന്നില്ല, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ഫ്രീസ് ആയിരിക്കുക എന്നാണ് എല്ലാരും പറഞ്ഞത്. പക്ഷെ ഞാൻ നല്ല വീഡിയോകളൊക്കെ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കേറുന്നില്ല. ഈ ഒരു തമ്പനിൽ ചേഞ്ച് ചെയ്തപ്പോ വീഡിയോ അങ്ങ് ഓടി. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. അതായത് ചെറിയൊരു തമ്പനയിൽ മാറ്റി ഇത്ര ഇമ്പാക്ട് ഉണ്ടാവും ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഇത് അപ്പൊ ഫ്രീസായി കിടക്കുന്നത്. എല്ലാരും പറഞ്ഞു ആ ചാനല് പിന്നെ ഇനി പുതിയൊരു ചാനൽ തുടങ്ങ്, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു 29,000 സംതിങ് സബ്സ്ക്രൈബ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇത്രയും സബ് കയറിയിട്ട് ഞാൻ എങ്ങനെയാ ആ ചാനൽ നിർത്തുക എന്ന് പറഞ്ഞപ്പോ അതൊന്നും കുഴപ്പമില്ല, വേറെ പുതിയ ചാനൽ തുടങ്ങുമ്പോൾ സബ്ബാവുന്നു. 1000 സബ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കയറ്റിയെടുത്തതെന്ന് നമുക്കറിയാം. പിന്നെ ഈ ഷോർട്സിലൊക്കെയാണ് എനിക്ക് സബൊക്കെ കൂടിയത്. ഒരു കോമഡി വീഡിയോ വിട്ടപ്പോ അതിൽ കുറേ 20,000-ന്റെ അടുത്ത് സബൊക്കെ കയറി. ഇത്രയും സബുള്ള ഒരു ചാനല് എങ്ങനെയാണ് നിർത്തുക, എന്നിട്ട് പുതിയ ചാനൽ എന്തിനാ തുടങ്ങുന്നത്, ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ തമ്പനിൽ ക്ലാസിന്റെ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയമായിരുന്നു ഇത് ചേർന്ന് കഴിഞ്ഞാൽ. നമ്മളിപ്പോ സാധാരണ ഞാനൊരു വീട്ടമ്മയാണ്, അപ്പൊ നമുക്കിത് മനസ്സിലാവുമോ, ഈ ക്ലാസ്സിന്റെ ചുമ്മാ ജോയിന്റ് ചെയ്തിട്ട് സാറങ്ങ് പറഞ്ഞു പോകുമായിരിക്കും, ഇവര് പഠിപ്പിക്കുന്ന സാറുമാർ പറഞ്ഞു പോകുമായിരിക്കും, നമ്മള് അത് കേട്ട് നമുക്കത് ചെയ്യണ്ടേ, പ്രാക്ടീസ് ചെയ്യണ്ടേ. അപ്പൊ അത് നമുക്ക് അറിയില്ലായിരിക്കും, പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചുമ്മാ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്കത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുമായിരിക്കും. സാമർത്ഥ്യമുള്ളവർ അത് പഠിച്ചെടുക്കും, അല്ലാത്ത നമ്മളെ പോലെ സാധാരണ വീട്ടമ്മമാര് ചുമ്മാ ജോയിൻ ചെയ്തിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു ധാരണ. അതാണ് ഞാൻ ആലോചിച്ചത്. ഈ 6 മാസത്തോളം ഞാൻ ഇതിന് ആലോചിച്ചു, ചേരണോ. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കമ്പനിയിൽ ഒന്ന് ചേഞ്ച് നമുക്ക് പഠിക്കാൻ നോക്കാം. പക്ഷെ പറയണം, അത് എങ്ങനെ പറയണം എന്നറിയില്ല. കാരണം
സാറിന്റെ എല്ലാ ക്ലാസ്സുകളും കമ്പനിയിലെ ക്ലാസ്സുകളൊക്കെ ഏത് സാധാരണ ഇംഗ്ലീഷ് പോലും അറിയാത്ത സാധാരണ നോർമൽ വീട്ടമ്മമാർക്ക് മനസ്സിലാകുന്ന വിധത്തില് ഞാനത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു ഡൗട്ട് ഞാൻ ഇന്നുവരെ സാറിനോട് ചോദിച്ചിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ഡൗട്ട് ചോദിക്കാത്തത്. അപ്പൊ അതെല്ലാം ചെയ്ത് തന്നെ അതേപോലെ ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് ക്ലാസ്സിന് ചേർന്ന് ഭയങ്കര ഒരു ഇതാണ്. ചില ആളുകൾക്ക് എന്താ അറിയോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്രൂപ്പ് ആക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് അയക്കി ചോദിച്ച് ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് വേറെ തന്നെ ക്ലാസ് എടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇപ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്കിലും പറ്റാത്തുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ചെയ്യാം. ഈ തമ്പനയിലെ കേസ് ആരും ആദ്യം മൈൻഡ് ചെയ്യില്ല. കാരണം ഞാൻ കണ്ടിടത്തോളം ആളുകളൊക്കെ എന്നോട് പറഞ്ഞത് തമ്പനയിലല്ലേ അത് നമുക്ക് ചെയ്യാൻ അറിയാം, തമ്പനയിലല്ലേ നമുക്ക് ആ ചെയ്യാറില്ല. അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഫോട്ടോ നമ്മൾ ഇടുക, നമ്മൾ എന്തെങ്കിലും എഴുതി ഇടുക എന്നുള്ളതാണ്. അതുകൊണ്ടാ അതെ നമ്മൾ ചുമ്മാ ഒരു ഫോട്ടോ എടുക്കുന്ന അതിലെന്തെങ്കിലും കമ്പനിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഇതുവരെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതെ ഇപ്പോഴാണ് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് കമ്പനിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതാണ് മെയിൻ. കാരണം എന്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ട പോലത്തെ വീഡിയോ തന്നെ ഇപ്പോഴും ഇട്ടത്. പക്ഷെ തമ്പനിന്റെ ചേഞ്ച് കൊണ്ട് മാത്രമാണ് ഇത് കയറിപ്പോയത്. എല്ലാം നല്ല ക്ലിക്ക് ത്രൗട്ട് ഉണ്ട്. പിന്നെ നല്ല റെക്കമെൻഡേഷനിൽ പോയിട്ടുണ്ട് വീഡിയോ. ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതുവരെ ആ സ്റ്റോപ്പ് ആയിട്ടില്ല. ഇപ്പൊ 24.5K ആയി. അപ്പോ ഇത് ആക്ച്വലി ഒരു മൂന്ന് നാല് പേര് റീസെന്റ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയിൽ മൂന്നാല് പേര് കയറിപ്പോയി. ഇപ്പൊ ഒരാളും കൂടി ഇതുപോലെ പിന്നെ ചേഞ്ചസ് ഇന്ന് രാവിലെ വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് എന്തായാലും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഒരു സംഭവം ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിത് നിങ്ങളെ എക്സ്പീരിയൻസ് പറയട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും മടിയാ. എല്ലാവരും ഫേസ് കാണിക്കാതെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവർക്ക് ഫേസ് കാണിക്കാൻ മടി. കാരണം ഞാൻ പറയുന്നതിനേക്കാളും ഇല്ല നല്ലത് ഇല്ല ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയുന്നതാണ്. പക്ഷെ ഇല്ല, എനിക്കും ആദ്യം ഫേസ് കാണിക്കാൻ മടിയായിരുന്നു. എന്റെ വോയിസ് കുറച്ച് അടഞ്ഞ വോയിസ് ആണ്. വോയിസ് ഇതൊക്കെ. പക്ഷെ ഇക്കടെ വീഡിയോ ഞാൻ കുറെ കണ്ടപ്പോ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നമ്മൾ എന്തിനാ മടിക്കുന്നത്, ഫേസ് കാണിച്ച് ചെയ്യുന്നതുകൊണ്ട്. ക്യാമറേന്റെ പേടിന്റെ ഒക്കെ ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അതെ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ എന്തിനാ മടിക്കുന്നത്, നമ്മൾ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പൊ പിന്നെ ഇനി എന്തിനാ പേടിക്കുന്നത്, നമ്മളെ വോയിസ് ഇതാണ്, നമ്മളെ സൗന്ദര്യം ഇതാണ്, നമ്മളങ്ങ് ചെയ്യാ. ഇപ്പൊ ഒരു മടിയുമില്ല. അല്ല അതിപ്പോ ഈ വീഡിയോ തന്നെ മനസ്സിലായി ആൾ നല്ല കോൺഫിഡന്റ് ആയി സംസാരിക്കാൻ മടിയൊന്നുമില്ല എന്നുള്ളത്. നമ്മള് സംസാരിക്കുന്നത് തന്നെ പിന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. എന്റെ വോയിസ് എനിക്ക് തീരെ ഇഷ്ടമില്ല. അത് ഇക്കാടെ ആർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമല്ല. യൂട്യൂബിലെ വീഡിയോ കാണുമ്പോ ഇക്കാടെ വീഡിയോ കാണുമ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഓരോ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ വിടുമ്പോ ഞാൻ എഴുതി വിടുക ചെയ്യാ, വോയിസ് റെക്കോർഡ് ചെയ്യില്ല. കാരണം എനിക്കത് കേൾക്കുമ്പോ എന്തോ പോലെയുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്തോ ആവട്ടെ, അത് സൗണ്ട് ഒക്കെ എല്ലാവർക്കും അങ്ങനെ നമുക്ക് തന്നെയാ. ദൈവം നമ്മൾ സൗണ്ട് ഇതാണ്. എല്ലാവർക്കും അവരവരുടെ സൗണ്ട് ഇഷ്ടപ്പെടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉം. മോണിറ്റൈസേഷൻ റീയൂസ്ഡ് വന്ന് കട്ടായതാണോ? റീയൂസ്ഡ് കണ്ടന്റ് വന്ന് കട്ടായി. പക്ഷെ അന്ന് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. റീയൂസ്ഡ് കണ്ടന്റ് വന്നാൽ ഇങ്ങനെ അപ്പീലിന് പോകാന്നുള്ളത് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അപ്പൊ എന്റെ വിചാരം ഏതല്ലോ ഈ റിമിക്സ് ചെയ്തതൊക്കെയാണോ റീയൂസ്ഡ് കണ്ടന്റ് വന്നേന്ന് പറഞ്ഞു. ഞാൻ കുറെ ഡിലേറ്റ് ഒക്കെ ചെയ്തു വീഡിയോ. അപ്പത്തേക്ക് വാച്ച് ടൈം പിന്നെ ഈ എന്നെ കൊണ്ടൊന്നും ഇതാവില്ല എന്ന് പറഞ്ഞ് നിർത്തി വെച്ചു. രണ്ടു മാസത്തോളം വീഡിയോ ഇടാതായി. അപ്പത്തേക്ക് കാണാ വാച്ച് ടൈം എല്ലാം ഒരു 2000-3000-ഓളം കുറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ വീഡിയോ പിന്നെയും മനസ്സമാധാനം ഇല്ല. കാരണം സബ് ഇത്രയും ഉള്ളതുകൊണ്ട് എന്തേലൊക്കെ ഇടാ. എന്റെ മോളാണ് എനിക്കെല്ലാം പറഞ്ഞു തരിക. ചെയ്യും അമ്മ, നമ്മള് നാണവും മടിയൊന്നും വേണ്ട. ഇപ്പൊ ഒരു ഫേസ് പാക്കിന്റെ ഒരു വീഡിയോ ചെയ്തു. അത് കോഫി പൗഡർ ഒക്കെ മുഖത്തിട്ടിട്ട് ചിരിയും നാണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട. മോളാണ് എന്നോട് പറഞ്ഞ അമ്മ നമുക്ക് ചെയ്യാം, എന്തായാലും വിട്. ആ വീഡിയോ നന്നായിട്ട് ഓടുന്നുണ്ട്. എന്നാലും ഒരു 1.1K ആയപ്പോഴും അത് സ്റ്റോപ്പായി. പക്ഷെ ഈ തമ്പനിൽ ചേഞ്ച് ചെയ്ത് ഓടിയപ്പോ ഇപ്പൊ ആ വീഡിയോ ഓടുന്നുണ്ട്. അപ്പൊ ബാക്കി അതിന്റെ ഇതിലോടൊന്നും കൂട്ടത്തിൽ ഇല്ല. തന്നെ ഒരു 5-6 വീഡിയോ അതിന്റെ അപ്പൊ കൂട്ടത്തിൽ ഇപ്പൊ ഒരു 5-6 വീഡിയോ ഉണ്ട് ഓടുന്നുണ്ട്. അല്ല അതൊരു കാര്യം ചെയ്താൽ മതി. ബാക്കി എല്ലാത്തിനും തമ്പനയിൽ ഇതുപോലെ മാറ്റി കൊടുത്താൽ മതി. അപ്പൊ എല്ലാം ഒരുമിച്ച് കയറിക്കോളും. അത് ഇപ്പൊ പഠിച്ചു വരികയല്ലേ ഉള്ളൂ. അപ്പൊ പതുക്കെ അതൊക്കെ ചേഞ്ച് ചെയ്യാം. എല്ലാം ഉം. പഠിച്ചെത്തിയിട്ടില്ലല്ലോ. അപ്പൊ അറിയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട് കമ്പനിയില്.
പക്ഷെ എന്തായാലും ഈ ഒരു വീഡിയോ ഈ ചേഞ്ച് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പലരിടത്തും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ചാനൽ ഫ്രീസ് ആയിരിക്കുകയാണ്, എത്ര ട്രൈ ചെയ്താലും ഇത് കേറില്ല, പിന്നെ അപ്പൊ വേറെ ചാനൽ തുടങ്ങിക്കോ എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് തന്നെ അങ്ങ് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഒരു കമ്പനിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാ, നമുക്ക് അറിയോന്നൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തതാണ്. പക്ഷെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകുന്ന പോലെ പറഞ്ഞു തരുന്നുണ്ട്, ക്ലാസ് എന്താ മനസ്സിലാവുന്നുണ്ട്. എന്താ എന്തായാലും പിന്നെ ഇതുപോലെ കുറെ ഞാൻ പറഞ്ഞത് റീസെന്റ് ആയിട്ട് ഇപ്പൊ 3 പേർ 4 പേരാണ് ആയിട്ടുള്ളത്. അതിന് മുന്നേ കുറെ ആൾക്കാർ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ചേഞ്ചസ് വന്നിട്ട്. എന്തായാലും ഇത്രയും ആയതിൽ സന്തോഷം. അപ്പൊ ഒരാളും കൂടി നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. പിന്നെ അപ്പൊ ആള് ഓൺലൈനിൽ കയറാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഒന്ന് നോക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഇത് വീഡിയോ പിന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇനി ആർക്കും കാണുന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പൊ പറഞ്ഞോ. നമ്മൾ ഇങ്ങനെ യൂട്യൂബിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. അപ്പൊ ചുമ്മാ അല്ലല്ലോ, നമ്മളൊന്ന് സക്സസ് ആവണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ യൂട്യൂബിൽ കയറിയത്. അപ്പൊ എല്ലാം പഠിച്ച് തന്നെ ചെയ്യാം, താനെ അങ്ങ് കയറിക്കോളും, താനെ റീച്ച് ആയിക്കോളും എന്ന് നമ്മൾ വിചാരിക്കരുത്. അതിനുവേണ്ടി കുറച്ച് ടൈം നമ്മൾ എടുക്കണം. പിന്നെ മെയിൻ കമ്പനി ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്ത് അതൊക്കെ എങ്ങനെയാന്നൊക്കെ പഠിച്ച് അതുപോലെയൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ ചുമ്മാ അത് താനെ കയറും എന്ന് പറഞ്ഞാൽ കയറില്ല. നമ്മളൊന്ന് ട്രൈ ചെയ്യുക, അപ്പൊ എന്തായാലും അതിന്റെ സക്സസ് നമുക്ക് കിട്ടും. ഇപ്പൊ മോണിറ്റൈസേഷൻ ഇപ്പൊ 3000-ഓളം വാച്ച് ടൈം ആയി. മോണിറ്റൈസേഷൻ മിക്കവാറും ആകും ഉടനെ തന്നെ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ആവട്ടെ. പിന്നെ റിമിക്സ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ആദ്യം ഐഡിയ ഇല്ലായിരുന്നു. ഇക്കടെ വീഡിയോ കണ്ടപ്പോഴാണ് റിമിക്സ് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ്, അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയുടെ തന്നെ റിമിക്സ് ഇപ്പോ 60.5K 60K ഒക്കെ ആയി. എന്റെ ഇതുവരെ അത്രയും ഒന്നും വീഡിയോ ഓടിയിട്ടില്ലായിരുന്നു. അപ്പൊ 60K ആയി എന്നൊക്കെ പറയുമ്പോ അതൊരു ഭയങ്കര സന്തോഷം. എന്തായാലും കേട്ടത് സന്തോഷം. പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ഉണ്ടാവാതെ കിട്ടട്ടെ. അതിന് നമുക്ക് പെട്ടെന്ന് റീസെന്റ് ആയിട്ട് കിട്ടാൻ. പെട്ടെന്ന് ആവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോ ആ, എന്തായാലും താങ്ക്സ്. ഈ രാത്രി ഈ ഒരു സമയത്ത് വന്ന് അങ്ങനെ കമ്പനിയിൽ ചേഞ്ച് ആക്കിയിട്ട് വീഡിയോ റീച്ചായ രണ്ടാമത്തെ ആളാണ്. ആദ്യത്തെ ഒരാൾ നമ്മൾ കേട്ടു. ഇനി രണ്ടാമത്തെ ഒരാളുടെ കൂടി കേൾക്കാം എക്സ്പീരിയൻസ് എന്താന്നുള്ളത്. സൗദത്തല്ലേ പേര്? അതെ, സൗദത്ത്. അപ്പം പറഞ്ഞു എന്തായിരുന്നു കമ്പനിയിൽ മാറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ്, ഇപ്പൊ എങ്ങനെ പോകുന്നു ചാനൽ? ഇപ്പൊ ചാനൽ നല്ല റീച്ച് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു വീഡിയോ ഞാൻ തമ്പനയിൽ മാറ്റിയതിന് ശേഷം ഇട്ട വീഡിയോ നല്ല 18K വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ സബും കൂടിയിട്ടുണ്ട്. അപ്പോൾ തമ്പനയിൽ മാറ്റിയാൽ ഇങ്ങനൊക്കെ ഒരു ഉപകാരം ഉണ്ടാവും ഇപ്പോഴാണ് മനസ്സിലായി. ആദ്യമൊന്നും അതിനെപ്പറ്റി അറിയില്ലേനു. അപ്പൊ എന്തൊക്കെയോ എഴുതി വിടും, എന്തൊക്കെയോ തമ്പനയിൽ ഉണ്ടാക്കും, അങ്ങനൊക്കെ എത്ര ആയിരുന്നു. നാളാ എത്ര വ്യൂസ് എന്നാണ് ഇപ്പൊ ഈ ഇതിലേക്ക് എത്തിയത്? സാധാരണ എത്രയായിരുന്നു ആദ്യം വരുന്നുണ്ടായത്? സാധാരണ 1000-ന് മേലൊന്നും പിന്നെ ലോങ് വീഡിയോ ഒക്കെ ഒന്നും വരലില്ല. കുറഞ്ഞ ഇതിലൊക്കെ ഉണ്ടാവലുള്ളൂ. പിന്നെ ഒരു 35Kന്റെ ഒരു ഇതുണ്ടായിന് ലോങ് വീഡിയോ. പിന്നെ ആ അതൊക്കെ ഒരു വർഷം കഴിഞ്ഞപ്പോ അതിന്റെ ഇതൊക്കെ പോയി. പിന്നെ ഇപ്പൊ 3-ാമത്തെ വർഷമാണ് ചാനൽ തുടങ്ങിയിട്ട്, 3-ാമത്തെ വർഷമാണ്. അപ്പം ഓരോ വർഷം ഇങ്ങനെ ഇത് കിട്ടണതിനനുസരിച്ച് ഇതാവും. പക്ഷെ എങ്കിലും സബ് കൂടിയിട്ടേ ഇല്ല. സബ് ഇങ്ങനെ ഇപ്പൊ ഓരോന്ന് രണ്ടെണ്ണൊക്കെ. ഇപ്പൊ ഈ ഇട്ട ഇപ്പൊ വീഡിയോ ആ എത്ര കൂടി? വീഡിയോ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് സബ് ഉണ്ടായിരുന്നത് 700 സംതിങ് എന്തോ, ഇപ്പൊ 970 സബ് അപ്പം ആയിട്ടുണ്ട്. 200-ലധികം കൂടിയിട്ടുണ്ട്. 200-ലധികം കൂടിയിട്ടുണ്ട്. അതേപോലെ വ്യൂസും കൂടിയിട്ടുണ്ട്. പിന്നെ ബാക്കി വീഡിയോസോ? ഷോർട്ടൊക്കെ ഇടുമ്പോ 2-3 വ്യൂസ് ഒക്കെ കിട്ടലുണ്ട്, 3K ഒക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ ലോങ് വീഡിയോക്ക് ഇതിന്റെ ആദ്യമായിട്ടല്ല, ആദ്യം 35 ഞാൻ പറഞ്ഞു, 35K അതെ ഉണ്ടായിട്ടുണ്ട്. അതെ. അത് ഒരു വർഷം മുന്നേണ്. ഇപ്പൊ രണ്ടാമത്താണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്. ഇത്രയും 3 വർഷമായി ഇപ്പൊ തുടങ്ങിയപ്പോ ഇങ്ങനെ ആവുന്ന അറിയില്ല. എന്താണ് യൂട്യൂബിനെ പറ്റിയും അറിയില്ല, എങ്ങനെ എന്താന്നൊന്നും അറിയില്ലേനു. ഇപ്പൊ ഇത് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം യൂട്യൂബ് എന്താന്ന് മനസ്സിലായി, ഇതൊരു വലിയ ടാസ്കാന്ന് മനസ്സിലായത്. അപ്പൊ ഒരുപാട് വട്ടം നിർത്തി പോവാന്നൊക്കെ വിചാരിച്ചു. പിന്നെ മുന്നോട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഫാമിലിയിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തമ്പനയില് മാറ്റുമ്പോ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്രയും വലിയ ചേഞ്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു?
ഇല്ലില്ല. പക്ഷെ നമ്മക്ക് തന്നെ അത് കാണുമ്പോ കാണാൻ തോന്നുന്നുണ്ട്. കാരണം മറ്റുള്ളതൊക്കെ ആകുമ്പോ മറ്റുള്ളവരത് നമ്മളത് എന്നല്ല, വേറെ ഒരാളെ തമ്മനയില് കാണുമ്പോൾ നമ്മളിത് വലിയ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളായാലും ഉപേക്ഷിച്ച് പോകൂലേ. അതേപോലെ അതെ തന്നെ അവൻ നമ്മളത് കാണുമ്പോഴും മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും. ആ, അപ്പൊ ഈ ഒരു തമ്പനയില് കാണുമ്പോ നമുക്ക് തന്നെ അത് കാണണം എന്നുള്ളൊരു ഇത് നമ്മക്കും തോന്നുന്നുണ്ട്, അതുപോലെ മറ്റുള്ളവർക്കും തോന്നുന്നുണ്ടാവും. നമ്മളിപ്പോ വേറെ ഒരാളത് കാണുമ്പോ അത് ഒരു ഭംഗിയില്ലെങ്കിലും അതിനെപ്പറ്റി ഒരു ഇതില്ലെങ്കിലും അത് വേണ്ട, ഒരു ഇതുണ്ടാവില്ല, കാണാൻ ഒരു ഇതുണ്ടാവില്ല എന്ന് ചോദിച്ചാൽ നമ്മളും പോകൂലേ. അതേപോലെ ഇപ്പൊ അത് മാറ്റം വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനും ഒരു ഇതുണ്ട്, അതിനൊരു ബാക്കിയില് ബാക്കിയിലെ വീഡിയോസ് എങ്ങനെ ഇതിന്റെ കൂടെ തന്നെ ബാക്കിയിലെ വീഡിയോസ് റീച്ച് ആവുന്നുണ്ടോ? അല്ല, അത് ഇട്ടതിന് ശേഷം പിന്നെ ഞാന് ഷോർട്ടേ ഇട്ടിട്ടുള്ളൂ, ലോങ് ഇട്ടിട്ടില്ല. എന്നാലും അല്ല അതിന് മുന്നില് ഒന്ന് കുറച്ച് ഇല്ല. കുറച്ചായിട്ട് ഓ, വരുന്നുണ്ടോ? അത് വരണില്ല. അതിന് മുന്നേ ഉള്ളത് അങ്ങനെ വന്നിട്ടില്ല. കുറച്ചെന്ന് പറഞ്ഞാല് അധികമൊന്നും വരലില്ല. എന്നാലും 1000-ന് മേലെ കേറിയിട്ടില്ല എന്തായാലും. അല്ല അതല്ല ഞാൻ ചോദിച്ചത്, ഇപ്പൊ തമ്പനയില് മാറ്റി ഇത് 18,000 ആയിന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഇതിങ്ങനെ കേറി പോകുമ്പോ ഇതിന്റെ കൂടെ മറ്റുള്ളതിനും വ്യൂസ് വരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അങ്ങനെ കേറുന്നുണ്ട്. വലിയ കയറ്റൊന്നും ഇല്ല, എന്നാലും ഏഹ്, ഇതാണ് ആ കേറിക്കൊണ്ടിരിക്കണത്. ബാക്കിയുള്ള ഏഹ് കുറച്ച് ചിലപ്പോ 10 10 20 ആയിട്ട് കേറുന്നുണ്ടാവും അല്ലേ? അതാ, അങ്ങനെ കേറണുള്ളൂ, വലിയതായിട്ട് കണ്ട് കേറി വരണില്ല. അത് ഇതിനാണ് ബാക്കി കൂടുതല്. എല്ലാത്തിനെയും തമ്പനയില് മാറ്റണം. എല്ലാത്തിനും തമ്പനയില് മാറ്റി കൊടുത്താൽ മതി, എന്നാ അങ്ങനെ എല്ലാം കേറും. മാറ്റാൻ പറ്റുമായിരിക്കൂലേ? ഓ പറ്റും പറ്റും പറ്റും, എല്ലാത്തിനെയും മാറ്റാം. നമ്മൾ നേരത്തെയുള്ള മുഴുവൻ വീഡിയോസിന്റെ ആദ്യത്തെ. തമ്പനയിലും ടൈറ്റിലും മാറ്റി കൊടുത്താൽ മതി. അപ്പൊ പിന്നെ അത് ഇതിന്റെ കൂടെ അതൊക്കെ കയറി വന്നോളും നല്ല ആ മെയിനായിട്ട്. ആ അപ്പൊ ഈ ഒരു വീഡിയോ തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടില്ലല്ലോ? ആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്ന് മൂന്നിന്റെ അടുത്തൊക്കെ ആയിന്, പക്ഷെ രണ്ടാമത്തെ വർഷമായപ്പോ പിന്നെ അത് ബാക്കോട്ട് തന്നെ പോയി. ഇപ്പൊ എത്രയായി ഇത് ഈ ഇപ്പൊ ലാസ്റ്റ് വീഡിയോന്റെ? 1000-ന്റെ അടുത്താവാനായി. അത്ര ആയിട്ടുള്ളൂ? അത് മൊത്തം പോയി ഉം. തോന്നുന്നല്ലേ നേരത്തെ ഉള്ളതൊക്കെ? മൊത്തം പോയിട്ട് 600 സംതിങ് എന്തോ ആയിപ്പോയി. ഇതിപ്പോ ഒരു രണ്ടുവട്ടം മൂന്നാല് അങ്ങനെ പറഞ്ഞു. ആയിട്ടുണ്ട്. മൂന്നിന്റെ അടുത്തായതൊക്കെ ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ട്. അന്നൊന്നും ഇതിനെ പറ്റി അറിയില്ല, സാറിനെ കണ്ടുപിടിച്ചിട്ടുമില്ല. അതാണ് മെയിനായിട്ടുള്ള കാരണം. ഇപ്പൊ സാറിനെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് ആകാൻ കാരണം. ഇതിപ്പോ എനിക്ക് തോന്നുന്നു 2 3 വീഡിയോസ് കൂടി ഇതുപോലെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ആ 3 4 മാസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. 2 വീഡിയോ കയറിയാൽ മതി അതാവാൻ. ഇനി ഇടുന്നത്. അതാണ്. പിന്നെ ഇതിന്റെ മുന്നേ ഇതേപോലെ നിർത്തി പോവാ, 1000 സബും ഒരു മോണിറ്റൈസിനും ആകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്, പക്ഷെ അതാവണമില്ല. അപ്പം വിചാരിച്ച് നിർത്തി പോവാന്ന്. ആ ഒരു സമയത്താണ് സാറിനെ കണ്ടുമുട്ടിയത്, സാറിന്റെ ആ വീഡിയോ കാണുന്നതും ഇതൊക്കെ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. അതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ ഒരുപാട് ഇപ്പം നമ്മള് മാറ്റുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ഉണ്ട്. ആ വീഡിയോ ഷൂട്ടിങ്ങിലും മറ്റൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ ആ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അതിലൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. എന്തായാലും ഉം. പോസിബിലിറ്റി ഉള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം നല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ചെറിയ ഈ തമ്പനയിൽസ് ഒക്കെ ആണ് കൂടിയും കിടക്കുന്നത്. പക്ഷെ തമ്പനയില് എന്ന് പറഞ്ഞ ഒരു വീഡിയോയുടെ 70% അല്ലെങ്കിൽ 80% തമ്പനയിലാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം ബാക്കി എന്തിന്റെയൊക്കെയോ പിന്നിലാണ് പോകുന്നത്. സത്യത്തില് ഞാൻ മനസ്സിലാക്കിയില്ല, എന്തെങ്കിലും എഴുതി യോജിപ്പിക്കാന്നുള്ള ആ ഒരു ഇതിലായിന്. പക്ഷെ ഇപ്പൊ ഈ ഒരു ക്ലാസ്സില് കേറിയപ്പോഴാ ഇതിന് അതിനേക്കാൾ വലിയ വാല്യൂ ഉണ്ട് എന്നുള്ള മനസ്സിലായത്. വീഡിയോനേക്കാളും വലിയ വാല്യൂ ആണ് നമുക്ക് തമ്പനയിൽ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ ഉണ്ടാക്കി വരുമ്പോ അതെ. നല്ല രസമുള്ള ഒരു സംഭവമായിട്ട് മാറുന്നുണ്ട്. നമ്മളെ അതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴും അതൊക്കെ നല്ലൊരു രസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സംഭവം. ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും എഡിറ്റ് ചെയ്യുമ്പോൾ, പിന്നെ ആ പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പിന്നെ ഒരു അതൊരു രസമായിട്ട് മാറും. ടാസ്കിന്റെ രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ എത്ര ആ ടൈം ഒരു എടുക്കും മാറ്റം തമ്പനി ഭയങ്കര. ഡിസൈൻ ചെയ്യാൻ എത്ര ഏ ടൈം എടുക്കും? ഒരു തമ്പനിയിൽ ഡിസൈൻ ചെയ്യാൻ എത്ര ടൈം എടുക്കും? അത്ര ഒരു 1/4 മണിക്കൂർ അങ്ങനൊക്കെ എടുക്കണുള്ളൂ. ആദ്യം പെട്ടെന്ന് ഇങ്ങനെ ഒതുങ്ങും. നമ്മള് കൊറേ ചെയ്ത് നോക്കി, പിന്നെ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇടണ വീഡിയോക്ക് അത്ര ഒന്നും ടൈം പിടിക്കണൊന്നുമില്ല. വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ക്ലാസ് ഫുള്ളും കേട്ട് പിന്നെ അതിന് ആ ശേഷം നമ്മൾ ഇങ്ങനെ ഓരോ ഓരോ പിന്നെ പിക്ചറൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്ത് നോക്കി കൊറേ, എങ്ങനെ ആ ഉണ്ടാവുക, എങ്ങനൊക്കെ മാറ്റങ്ങൾ വരുത്തണ്ടെന്നുള്ളതൊക്കെ. അതിന് ഞാൻ ആദ്യം ശേഷമാണ് വീഡിയോക്ക് പിന്നെ മുന്നേ വീഡിയോ. തമ്പനിയിൽ ചെയ്യും. വീഡിയോക്ക് മുന്നേ ഏഹ് ആദ്യം ചെയ്ത് തമ്പനിയിലാണ്. ഞാൻ ആദ്യം വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തമ്പനിയിലാണ് ചെയ്യുക.
തമ്പനയിൽ അതിനെ ചെയ്തിട്ട് ഇതിന്റെ ഐഡിയ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ ഐഡിയ വെച്ചിട്ടാണ് വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് കറക്റ്റ് തമ്പനയിലും നമ്മൾ പ്രസന്റേഷൻ ഒക്കെ മാച്ച് ആവും. എല്ലാ പ്രസന്റേഷനും കഴിഞ്ഞ് തമ്പനയിൽ ആക്കാന്നാല് പിന്നെ ചിലപ്പോൾ നമുക്ക് അടുത്ത ഐഡിയ ഞാനെന്ന് പോകും. പറഞ്ഞാല് വീഡിയോ ഇടുമ്പോ എനിക്ക് പെട്ടെന്ന് ചിലപ്പോ നമ്മളും അങ്ങനെ ഇരിക്കണോടത്തുനിന്ന് ഇന്നത് ഉണ്ടാക്കാന്നുള്ള ഒരു മൂഡ് വരും. അപ്പം പോയിട്ട് എടുക്കണതാണ്. അല്ലാതെ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കണതല്ല. ഞാൻ ഇങ്ങനെ ചിലപ്പോ എടുക്കണോടത്തുനിന്ന് എണീച്ച് പോയിട്ട് ഇതെന്തെങ്കിലും ചെയ്യാന്ന് ഓരോ വിചാരിച്ചാണ്ട് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ ചെയ്യണ. അപ്പൊ അതിനനുസരിച്ച് മനസ്സിലായി. ഇപ്പൊ ഇതില് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒന്നും കൂടി എങ്ങനെ എടുക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇത് മനസ്സിലാക്കാൻ കിട്ടിയത്. ഐഡിയ കിട്ടിയത്. ഏതായാലും ആ ഐഡിയ അതിനുള്ള ഐഡിയ എങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ ഇതിപ്പോ നമ്മളിങ്ങനെ ഫോൺ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പം സ്റ്റാൻഡ് ഇല്ലാതെ കയ്യിലൊക്കെ പിടിച്ചത് അങ്ങനൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടി എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ കിട്ടിയത് ഇതിന്റെ ഈ ഒരു ക്ലാസ് ചേർന്നതിന് ശേഷമാണ്. ഗ്രൂപ്പിൽ അത് ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചത്. കമ്പനിയുടെ ആ ക്ലാസ് ഡിസൈൻ ചെയ്യാൻ പഠിച്ചത്. ഡിസൈൻ ഞാൻ ചെയ്യാൻ ഇനിയിപ്പോ പഠിച്ചത്. സ്റ്റോറി എങ്ങനെയാണ് ഇതിൽ സ്റ്റോറി കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാസ് എടുക്കാനുണ്ട്. ഞാൻ അതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതും കൂടി കേട്ടാൽ കുറെ കൂടി എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഈ സാധനം കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇതുപോലെ എല്ലാവരും സക്സസ് ആയിട്ട് വന്നോളൂ. പ്രശ്നമൊന്നുമില്ല. നിങ്ങളിപ്പോ 2 കൊല്ലം 3 കൊല്ലമായിട്ട് കുടുങ്ങി കിടന്ന സാധനമാണ്. വളരെ സിമ്പിൾ ആ ആയിട്ട് കമ്പനിയിൽ മാറ്റിയപ്പോ കയറി എങ്ങനെ സക്സസ് ആയത്. കാരണം ഇത്രയും കാലം വെറുതെ ഡിപ്രഷൻ അടിച്ചു, അല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിച്ചു നടന്നു. ഈ ഒരു ചെറിയ അതന്നെ. അപ്പൊ സംഭവം മാറ്റാൻ മതിയായിരുന്നു. എല്ലാം ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ഇത് നമ്മൾ ചെയ്തു നോക്കുമ്പോഴാണ് എല്ലാ ജോലിനേക്കാളും കൂടുതൽ ടാസ്ക് ആണ് ഈ ഒരു യൂട്യൂബിന് എന്നുള്ള അതെ അതെ. പക്ഷെ മനസ്സിലായത്. സക്സസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെ സക്സസ്ഫുൾ ആ ആണ്. ചെലവരെന്ന് പറഞ്ഞാല് ഓരോ ബാക്കില് സക്സസ് ആയവരുണ്ടാവും. അപ്പൊ ഒരാണ്ട് മുന്നിൽ കേറി പോണതാണ്. നമ്മളെന്ന് പറഞ്ഞാല് ആരും സക്സസ് ആയവര് നമ്മളെ അതെ മുന്നിൽ അതെ കേറാനില്ലല്ലോ. അങ്ങനെ ആ അതെ. ഒരു ഇതാണ്. അപ്പം വലിയ വലിയ യൂട്യൂബർമാരായാലും ഓരോ ഫാമിലി ഉള്ളവർക്ക് ഓരുണ്ടാവും സപ്പോർട്ടിന് മുന്നില്. അപ്പൊ ഓരോ ആ പിക്ചറും ഇതൊക്കെ കാണുമ്പോ എല്ലാരും വേഗം സപ്പോർട്ട് ചെയ്യും ചെയ്യും. അങ്ങനൊക്കെ അതെ ആയിട്ടാണ് എല്ലാരും. പക്ഷെ നമ്മള് അതായത് നല്ലോണം പ്രയത്നിച്ചാലേ നമുക്ക് കേറാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മ അതെ സീറോന്ന് മനസ്സിലാക്കി. കയറി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പണിയുണ്ട്. അതായത് ആ ഒന്നുമില്ലാത്ത പണിയുണ്ട്. സീറോന്ന് കയറി വരണമെങ്കിൽ അതാണ് പലരും നിർത്തിപ്പോകുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോൾ മടുക്കും ഇത് മുന്നോട്ട് പോവാത്തപ്പോ. അതാണ് ആ പ്രശ്നം. എന്തായാലും ശരിക്കും എനിക്ക് മോണിറ്റൈസേഷൻ ഒക്കെ മടുപ്പ് ആവട്ടെ. തന്നെയാണ്. അതന്നെ ഇൻഷാ അള്ളാ ആയി കിട്ടാനൊരു ആഗ്രഹമുണ്ട്. അതായി കിട്ടുക എന്നുള്ളത് വലിയ ആവുമായിരിക്കും. ടാസ്ക് കാരണം ആണ്. ആവുമായിരിക്കും. ഇപ്പൊ ഒരു വീഡിയോ ആ കയറിപ്പോയില്ല, അതുപോലെ 1 2 വീഡിയോസ് കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മോണിറ്റൈസേഷൻ ആവും. ഞാൻ സിമ്പിളായിട്ട് പറയാം കേറുന്നുണ്ട്. എല്ലാവരോടും 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ ആവണമെന്നാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്. ഇപ്പം മെന്ററിങ് ഉം പ്രോഗ്രാമിനൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് മാക്സിമം ഞാൻ 3 മാസം സമയം തരും. അതിനുള്ളിൽ മോണിറ്റൈസേഷൻ അയക്കണം. കാരണം ആവും. കാരണം നമ്മൾ ഈ കമ്പനിയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്ത് പോയാൽ സിമ്പിൾ ആയിട്ട് 3 മാസം കൊണ്ട്. ഉം എന്റെ എല്ലാ ഉം. ചാനലും 1 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയി. എല്ലാ ചാനലും 1 മാസം കൊണ്ടായിരുന്നു. 4 ചാനലുണ്ട്. അങ്ങനെ ആയി കിട്ടട്ടെ. എല്ലാരും എല്ലാരും ചോദിക്കല എന്താ ഇതുവരെ ആയിട്ടില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ള. അപ്പൊ ആ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ. അതെ ഇതെന്തായാലും പെട്ടെന്ന് തന്നെ പറ്റും. അപ്പോ എന്തായാലും നല്ല കാര്യം. നമ്മൾ കയറിപ്പോലൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം. അപ്പോ ശരി എന്നാല്. പിന്നെ മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാം. ഇൻഷാ അള്ളാ. അപ്പൊ ശരി. ആയിക്കോട്ടെ. എന്നാ ശരി, ബൈ.